ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ അതായത് വീട്ടിൽ വരുന്ന പ്ലംബിങ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ബാത്റൂമിൻ്റെ എയർ സിസ്റ്റം കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണൊക്കെ തന്നെ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ ആദ്യമേ തന്നെ മുകളിലൊരു ബാത്റൂം ഉണ്ട്, അതായത് അതുപോലെ തന്നെ രണ്ട് സൈഡിലുള്ള ബാത്റൂം ഉണ്ട്. അതെല്ലാം തന്നെ കണക്ട് ചെയ്തിട്ട് ഒരു മാൻ ഹോൾ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. മാൻ ഹോൾ നമുക്ക് ഇവിടെ നിന്ന് കെട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് മുന്നായിട്ട് ഈ സൈഡിലൊരു ബാത്റൂം ഉണ്ട്, അവിടെ നിന്നൊരു ബാത്റൂമിൽ 4-5 പൈപ്പ് കൊണ്ടുവന്നേക്കണം. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ബാത്റൂമുണ്ട്. ആ ബാത്റൂമിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങളെ. അത് വൈയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. വൈയിട്ട് കണക്ട് ചെയ്തിട്ട് നേരെ നമ്മൾ ഈ പറയുന്ന ബാത്റൂമിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അവിടെ മുകളിലായിട്ട് ഇതിൻ്റെ ഇതുപോലെ തന്നെ നേരെ മുകളിലായിട്ടൊരു ബാത്റൂമുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഡോർ എൽബോ വെച്ചതിന് ശേഷം ഡോർ ടീ വെച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒന്ന് തുറക്കാവുന്ന രീതിയിൽ ചെയ്തതിന് ശേഷം അത് നേരെ അതിലൂടെ അടിച്ചു വന്നതിന് ശേഷം വൈയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് നേരെ ഒരു പൈപ്പ് മുകളിലേക്ക് പോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇത് രീതിയിൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് വീടിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊന്നും ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കില്ല, സെപ്റ്റിക് സ്മെല്ല് കാര്യങ്ങളൊന്നും. അപ്പോൾ നേരെ ഏറ്റവും ടോപ്പിലേക്ക് ഉണ്ടാവും, അതായത് റൂമിനൊന്നും ബാധിക്കാത്ത രീതിയിൽ ഒരു വീടിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ ഏറ്റവും നല്ലതാണ്. ഒരു വീടിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ എയർ കൊടുത്തു കഴിഞ്ഞാൽ ആ എയർ സെപ്റ്റിക്കിൻ്റെ സ്മെല്ല് വരുന്നത് കുറേ നാളുകൾക്ക് കഴിയുമ്പോഴാണ് ആ സ്മെല്ല് ഫീൽ ചെയ്യുന്നത്. ഒരു 2 വർഷം 3 വർഷം ഒന്നുമല്ല, ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോഴാണ് നല്ല രീതിയിൽ സ്മെല്ല് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ സ്മെല്ല് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് വീടിൻ്റെ ഏറ്റവും ടോപ്പ് ഹൈറ്റിലേക്ക് നമുക്ക് എത്ര ഹൈറ്റിലേക്ക് പൊക്കി കൊടുക്കാൻ സാധിക്കുമോ അത്രയും ഹൈറ്റിലേക്ക് നമുക്ക് പൊക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അത് എല്ലാം കണക്ട് ചെയ്തതിന് ശേഷം മുകളിലെ ബാത്റൂം എയറിൻ്റെ ആ സിസ്റ്റവും കണക്ട് ചെയ്തിട്ട് നേരെ കൊണ്ടുവന്ന് നമ്മളിവിടെ ഒരു മാൻ ഹോൾ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. മാൻ ഹോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മാൻ ഹോളിൽ നിന്ന് അത്യാവശ്യം നമുക്ക് മാൻ ഹോളിൻ്റെ ഉള്ളളവ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 4 ഇഞ്ചോ 5 ഇഞ്ചോ അതിൻ്റെ ഉള്ളളവ് മതി. ബാക്കി അത്യാവശ്യ സ്ഥലങ്ങളിൽ അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു ഇഷ്ടിക വെച്ച് കെട്ടി ചെറിയ രീതിയിൽ അതിൻ്റെ ഉള്ളളവ് എന്ന് ഉദ്ദേശിച്ചാൽ ഇഷ്ടിക വെച്ച് കെട്ടി ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ ഒരു 4 ഇഞ്ച് 5 ഇഞ്ചിന് ഉള്ളിൽ കെട്ടാവുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ മാൻ ഹോൾ നമ്മൾ പ്രൊഫഷണലായിട്ട് ചെയ്യണം. മാൻ ഹോൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മാൻ ഹോളിൽ കെട്ടിക്കിടക്കാതെ, അതായത് വേസ്റ്റ് കാര്യങ്ങളൊന്നും കെട്ടിക്കിടക്കാത്ത രീതിയിൽ നമ്മൾ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്. മാൻ ഹോൾ എങ്ങനെ ചെയ്യാമെന്നും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അതെല്ലാം റെഡിമെയ്ഡ് നമുക്ക് മാൻ ഹോൾ വാങ്ങിക്കാൻ കിട്ടും. അത് ഹൈലി കോസ്റ്റ്ലി ആണ്. അപ്പോൾ നമുക്കത് സാധാരണക്കാരന് താങ്ങണമെന്ന് നിർബന്ധമില്ല. പക്ഷേ മാൻ ഹോൾ കൊടുത്തില്ലെങ്കിൽ എന്ത് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങൾ വരുന്ന സമയത്ത് ബ്ലോക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. പക്ഷേ നമുക്ക് എവിടെ നിന്നാണ് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കാനായിട്ട് ഏറ്റവും നല്ലത് മാൻ ഹോൾ സിസ്റ്റം ഉണ്ടെങ്കിൽ ഈ മാൻ ഹോളിലൂടെ കൊടുത്തത് നമ്മൾ സ്ലാബ് ഇട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ എവിടെ നിന്നാണ് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റായിട്ട് നോക്കാൻ പറ്റും. ആ മാൻ ഹോളിൻ്റെ മുകളിലുള്ള സ്ലാബ് കാര്യങ്ങൾ പൊക്കി മാറ്റി കഴിഞ്ഞാൽ ഏത് സ്ഥലത്ത് നിന്നാണ് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലോസറ്റിൻ്റെ അകത്തു നിന്നാണോ, ക്ലോസറ്റിൻ്റെ ഏരിയയിൽ നിന്നും വെള്ളം വരാത്തൊരവസ്ഥയാണോ, ഇനി അതല്ല കുഴിയിലേക്ക് പോകുന്ന കുഴിയുടെ അവസ്ഥയാണോ എന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ മാൻ ഹോൾ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഒരു മാൻ ഹോളെങ്കിലും ഒരു വീട്ടിൽ നമ്മൾ കൊടുത്തിരിക്കണം. കാരണം ഈ പറയുന്ന കുഴിയിൽ നിന്നും സെപ്റ്റിക്കിൻ്റെ കുഴിയിൽ നിന്നും നമ്മൾ കയറി വരുന്ന സമയത്ത് നമുക്ക് ഒരു ഹോളെങ്കിലും നമ്മൾ മാൻ ഹോളെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല എക്സ്ട്രാ ഒരു ബാത്റൂം കാര്യങ്ങളൊക്കെ പിന്നീട് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ കൂടിയും ആ ഏരിയയിലാണ് വരുന്നതെങ്കിൽ മാൻ ഹോളിലേക്ക് കണക്ട് ചെയ്താലും വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഇതേപോലുള്ള ഇൻഫോർമേറ്റീവായി വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.